ആണ് അഷ്റഫ് ജയൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനിവനെ ഒരു ഇദ്ദേഹത്തിന് ഒരു 2-3 വീഡിയോ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിനെ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന സമയത്ത്. ഇദ്ദേഹം ഭയങ്കര വെറുപ്പിക്കലാണ് എന്നാണ് പറയുന്ന സമയത്ത്. ബിക്കോസ് എന്തായാലും നമ്മൾ സാധാരണക്കാരൻ, അദ്ദേഹത്തിന് ഉപജീവനമാർഗ്ഗം ചായ വിറ്റിട്ട് ഈ ഒരു ജയൻ്റെ വേഷത്തിൽ നടക്കും. നമുക്ക് റെസ്പെക്റ്റ് തോന്നുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ട് ഇത് അഗൈൻ എടുത്ത് പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ആൾക്കാരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അല്ലെങ്കിൽ ആ ഒരു റീച്ച് ലെവൽ ആയി കഴിയുമ്പോഴത്തേക്ക് ആൾക്കാർ എന്തും ചെയ്യുന്നുള്ളൊരു ഉദാഹരണത്തിന് ബെസ്റ്റ് എക്സാമ്പിളാണ് അഷ്റഫ്. ബിക്കോസ് നമ്മുടെ മുരളി ജയൻ്റെ കേസിൽ ഒരു യൂട്യൂബ് ചാനൽ എന്തൊക്കെയോ ചിലപ്പോൾ ഓഫർ ചെയ്തിട്ടുണ്ടാവും. അവിടെ ചെന്നിട്ട് അവനെ പെയിൻ്റ് അടിക്കാൻ, മോനെന്നുള്ള രീതിയിൽ പെയിൻ്റ് അടിക്കാൻ ചെന്നു. എന്നിട്ട് കൊല്ലത്ത് വന്നിട്ട് അവിടെ എല്ലാം കറങ്ങി ഈ ജയൻ്റെ അവിടെയുള്ള എല്ലാ ഇവിടെ പോവുക, പ്രതിമയെടുത്ത് പോവുക, പിന്നെ അവിടെയുള്ള നാട്ടുകാരൊക്കെ എല്ലാം എടുത്തു. പക്ഷേ ജയൻ്റെ ഫാമിലി മാത്രം ചെന്നിട്ടില്ല. ജയൻ്റെ ഫാമിലി, ശ്രീലക്ഷ്മി ആയാലും അവരെല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു പേഴ്സണായിരുന്നു. ബിക്കോസ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്നാലും അവർക്ക് തന്നെ ഒരു വിഷമമായി പോയി. ഇവിടം വരെ വന്നിട്ട് ഇവനെ ആ ഏരിയയിൽ കയറിയിട്ടില്ല. മുരളിയെ വിളിപ്പിക്കാനായിട്ട് വന്നു. അവിടെ ചെന്നിട്ട് മുരളി ജയൻ എന്ന് പറഞ്ഞിട്ട് ആ യൂട്യൂബിലെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ എനിക്കൊന്ന് പറയാനുള്ളത്, മോനെ, വന്ന വഴി ഒരിക്കലും മറക്കാൻ പാടില്ല. നീ ജയൻ സാറിൻ്റെ ആ ഒരു നെയിമിലാണ് നീ ശ്രദ്ധിക്കപ്പെട്ടതും കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ചായതും ഒക്കെ. ശരിയല്ലേ? ഈ ജനങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ആ ഒരു ലേബലിൽ. അപ്പം നീ കാണിച്ചത് കറക്റ്റല്ല. അത് ശരിയല്ല. അത് ശരിയല്ലാത്ത പരിപാടിയാണ്. ജെയിൻ സാംസ്കാരിക വേദിയിലെ ആൾക്കാരാണെങ്കിലും ജെയിൻ ഫാൻസ് ക്ലബ്ബ് ആണെങ്കിലും ഒരു പുരോഗം പേര് ഇപ്പോൾ നിനക്ക് ഓപ്പോസിറ്റ് ആയിട്ടുണ്ട് ആ ഒറ്റ വീഡിയോയിൽ. ബിക്കോസ് മുരളി സോമൻ എന്ന് പറഞ്ഞ അവനെ പോയി സപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ ആ ഒറ്റ ലെവലിൽ ഇത്രയും ആൾക്കാർ നിനക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് നിന്നെ ഡീഗ്രേഡ് ചെയ്യാൻ തന്നെയാണ് യൂട്യൂബേഴ്സും വന്നിരിക്കുന്നത്, ലോക്കൽ. അപ്പം അത് ചെയ്ത് വളരെ മോശമായിപ്പോയി. അത് മാത്രമല്ല, ജെയിൻ സാറിൻ്റെ ഫാമിലി പോകാഞ്ഞത്. അവിടെ എല്ലാവരും അവിടെ ഫാമിലി അവിടെ താമസിക്കുന്നുണ്ട് കൊല്ലത്ത്. ആ ഏരിയയിലേ ചെന്നിട്ടില്ല, ഇവിടം വരെ വന്നിട്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് കുറേ കാര്യങ്ങൾ റീച്ചും അത് കിട്ടിക്കഴിയുമ്പോൾ അവരെന്തും ചെയ്യാമെന്നുള്ളതാണ്. ഒരു ബെസ്റ്റ് എക്സാമ്പിളാണ് അഷ്റഫ് വെച്ച് കാണിച്ചിരിക്കുന്നത്. അഷ്റഫിനെ നമ്മൾ എന്തെങ്കിലും ആക്കട്ടെ, ജയൻ്റെ ഒരു ആക്യുറേറ്റ് ഫേസ് കട്ടില്ലെങ്കിൽ നമ്മളത് സപ്പോർട്ട് ചെയ്തു. കുറേ ആൾക്കാരൊക്കെ മൻസൂർ അലിഖാനാണ് പറഞ്ഞപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. പുള്ളിക്കാരൻ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ. പക്ഷേ ഇപ്പോൾ ഈ കാണിച്ചതിന് ഒന്നും പറയാനില്ല അഷ്റഫ്. നിങ്ങൾ ജയൻ്റെ ആത്മാവ് നിങ്ങളോട് പറക്കൂല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. ബിക്കോസ് അവിടം വരെ ചെന്നിട്ട് അവരുടെ ഫാമിലിയിലൊന്നും ചെല്ലാഞ്ഞത് വളരെ മോശമായിപ്പോയി. നിങ്ങൾ ആരെ കൂടെ വന്ന്, ആരെ വിളിപ്പിക്കാൻ വന്ന് അവരെ വിളിപ്പിച്ചു. അവനെ വിളിപ്പിക്കാനാണ് വന്ന്, അവനെ വിളിപ്പിച്ചിട്ട് പോയി. പക്ഷെ അവനെ വിളിപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവൻ്റെ സ്നേഹമെല്ലാം പോയി കിടക്കുവാണ്. അത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ ഇഷ്ടം തെറ്റിയിട്ട് പല വീഡിയോസ് ഇറക്കുന്നത്, പല സ്റ്റാറ്റസും കുറിക്കുന്നത്. അവന് തന്നെ അറിയാം അവൻ്റെ നെയിം മൊത്തത്തിൽ പോയി. ഏകദേശം 7-8 വീഡിയോയിൽ ഒരു 5-6 വീഡിയോ എങ്കിലും വൈറലായിരിക്കും. ഇത് 500,000 നിയർ അബൌട്ട് വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ ഇവൻ കുറച്ച് പേരെങ്കിലും മാറ്റി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവൻ ആദ്യം സപ്പോർട്ട് ചെയ്ത പല ആൾക്കാരും എഗെയിൻസ്റ്റ് ആയിട്ടുണ്ട്. അത് എന്തായാലും നീ മനസ്സിലാക്കണമായിരുന്നു. ആർക്കാണ് റീച്ച് കൂടുതൽ, ആർക്കാണ് സപ്പോർട്ട് കൂടുതൽ, അല്ലെങ്കിൽ ജയൻ സാറിൻ്റെ കൂടെയാണ് എത്ര പേര്, അതെല്ലാം വിട്ടേരെ. പക്ഷേ ജയൻ സാറിൻ്റെ ഫാമിലിയിലൊന്നും പോകണമായിരുന്നു. എനിവേ, അഷ്റഫ് ജയൻ വന്ന വഴികളൊക്കെ നിങ്ങൾ മറക്കാത്തൊരു പേഴ്സൺ ആണെങ്കിൽ ഉറപ്പായിട്ടും ഒടേ തമ്പുരാൻ ഒരു ഇത് വെച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ വലിയൊരു ലെവലിലായി. നിങ്ങൾ ആ ഒരു പണ്ടത്തെ രീതിയും കാര്യങ്ങളൊന്നുമല്ല, നിങ്ങൾക്ക് പ്രോഗ്രാമായ കാര്യങ്ങളായി. ഇതെല്ലാം ജെയിൻ സാറിൻ്റെ ഒരൊറ്റ ലെവലിലാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അദ്ദേഹത്തിനോടൊരു ആത്മാർത്ഥതയുള്ള ആണായിരുന്നെങ്കിൽ അവരെ വീട്ടിൽ ചെന്നേനെ. ഇതവരെ വീട്ടുകാരനോട് ആ ഒരു വിഷമം പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യത്തില്ല. പക്ഷേ ഇനി നിന്നെ തന്തയ്ക്കോ തള്ളയ്ക്കോ വിളിച്ചാൽ, നിന്നെ ഡിഗ്രേഡ് ചെയ്താലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ വരില്ല. നിർത്തി പരിപാടി. എനിവേ, ഷെയർ ദിസ് വീഡിയോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. നീ മൻസൂർ അലിഖാനായിട്ട് തന്നെ ജീവിക്കും, എന്നിട്ട് ജയൻ സാറാന്ന് പറഞ്ഞ് നടക്കും. ശരിയെന്നാൽ ഓക്കെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ പേജും കൂടെ ഫോളോ ചെയ്യുക.